ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. എങ്ങനെയല്ലേ നമ്മുടെ ഒരു ദിവസം നല്ലത് ചീത്ത എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്? നമുക്ക് തലേ ദിവസം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, സങ്കടങ്ങൾ അല്ലെങ്കിൽ ആരോടെങ്കിലും വല്ല വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് അത് പോകില്ല അല്ലേ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന് ഒരു മൂഡ് ഔട്ടായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ പറയാറുണ്ടല്ലേ, ഇന്നത്തെ ദിവസം പോക്കാം, ഇന്നത്തെ ദിവസം ഒരു രസമില്ല, ഒരു മൂഡില്ല എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പം നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണെന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വല്ലാതെ എന്തെങ്കിലും പറയുമ്പോഴോ എന്തെങ്കിലും മോശമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആ ദിവസം ഒരു ഫ്രഷ് ആയിട്ട് കിട്ടില്ല അല്ലേ. അപ്പം നമ്മുടെ മൈൻഡിനെ സെറ്റാക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഒരു പുതിയ ദിവസം തുടങ്ങുമ്പം നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും തലേ ദിവസം മാക്സിമം നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മൈൻഡിൽ നിന്ന് അത് ഒഴിവാക്കുക. പിന്നെ എല്ലാ ടെൻഷനും ഫ്രീ ആയിട്ടൊന്നും ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. എന്നാലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിച്ച് ഒരു ഫ്രഷ് ഡേ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസം നല്ലതായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ. നമ്മളും നമ്മളെ ചുറ്റുപാടുള്ളവരും അതുകൊണ്ട് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുമാതിരി മൂടി പിടിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെയുള്ളവർക്കും കൂടെ അതൊരു ദോഷമുള്ള കാര്യം തന്നെയായിരിക്കും. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാത്രം മൈൻഡ് ഭയങ്കര ഓക്കെ ആയിട്ട് കാര്യമില്ല, നമ്മുടെ കൂടെയുള്ളവരും നമ്മളോട് സഹകരിക്കണം അല്ലേ. നമുക്ക് മനസ്സിന് സന്തോഷം തരിക, നമ്മുടെ കൂടെ നിൽക്കുക, നമ്മളെ കേൾക്കാൻ തയ്യാറാവുക, നമ്മളോട് സഹകരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു 50% ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകില്ലേ. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാ ദിവസത്തെയും പോലെ സ്കൂളിൽ പോകുന്ന ദിവസം തിരക്കുള്ള ദിവസം തന്നെയായിരിക്കും. ദിവസമാണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ടൈം കുറച്ചുകൂടി കൂടും. അപ്പോൾ രാവിലെ തന്നെ നല്ല ഗോതമ്പും അരിപ്പൊടിയും ചേർത്തിട്ട് നല്ല ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു സവാള ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ദോശയാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. അതിന് പിന്നെ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് ഒരു ചട്ടണിയാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ദോശയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഒന്നോ രണ്ടോ സിമ്പിളായിട്ടുള്ള കഴിക്കുള്ളൂ ഭക്ഷണം, ഹെവി ആയിട്ട് ആർക്കും വേണ്ട ബ്രേക്ക്ഫാസ്റ്റൊന്നും. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ രാവിലെ അരി എടുപ്പത്തിട്ടാൽ തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നതിന് കൂടെ തന്നെ അരി എടുപ്പത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും അവിടെ നടക്കും കേട്ടോ. ഇതെല്ലാം ഒരു 8:30-9 മണിയുടെ ഉള്ളിൽ തീർത്തിരിക്കും. എന്നാൽ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ എത്ര സമയമാണെങ്കിലും 2 മണി 3 മണിയാണെങ്കിലും നമ്മുടെ പണി തീരില്ല അല്ലേ. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സ്ലാബ് തുടയ്ക്കുക, ക്ലീനിങ്, പൊടി തട്ടുക, കാപ്പി വെക്കുക, പാത്രം കഴുകുക. അപ്പോൾ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ പരാതി എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന പണി തീരെയില്ല എന്നല്ലേ. നമ്മൾ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുക അല്ലെങ്കിൽ രാവിലെ എവിടെയെങ്കിലും ഫ്രഷായിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പണിയും തീർത്ത് നമ്മൾ പോവുകയും ചെയ്യും. എല്ലാ ദിവസത്തെയും പോലെ ആ കാര്യങ്ങളൊന്ന് നടക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് തീരാത്തത്ര ജോലികളുണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ കുത്തരിയാണ് കേട്ടോ വാങ്ങുന്നത്. റേഷനരി ഉണ്ട്, കുത്തരി ഉണ്ട്, വെള്ളരി ഉണ്ട്. അപ്പോൾ മാറി മാറി വയ്ക്കും കേട്ടോ. റേഷനരിയാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ചോറ് വെള്ളമൊക്കെ നമ്മൾ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ വയ്ക്കുക. പിന്നെ അപ്പോൾ ഇതാ മത്തിച്ചേട്ടൻ വിളിക്കുന്നു. മത്തി വാങ്ങി നല്ല മുളകും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വെച്ചു കേട്ടോ. പിന്നെ മമ്പയറും ചേനയും കൂടി കേട്ടോ ഞാൻ കറി വെച്ചത്. ചേന അതുപോലെ അധികം തേങ്ങ അരയ്ക്കുന്ന കറിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. ശരിക്കും താളിച്ച കറികളാണ് എല്ലാവർക്കും ഇഷ്ടം. അത് കഴിച്ചാലും വയറിനൊരു സുഖമാണെന്ന് പറയും കേട്ടോ. അതുപോലെ ഇവിടെയുള്ള ചീര, കാമ്പ് അങ്ങനെയുള്ള ഉപ്പേരികളൊക്കെയാണ് അധികവും അവധി ദിവസങ്ങളിൽ വെക്കുക. പിന്നെ നമുക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ വേണം. അപ്പം അതിനനുസരിച്ച് ആ ദിവസങ്ങളിൽ സെറ്റാക്കും. പൂസനാണെങ്കിൽ അധിക ദിവസവും എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കുന്ന കടികളാണെങ്കിൽ അവന് സന്തോഷം. ഇപ്പോൾ ദോശ, കടലക്കറി, അങ്ങനെ ഇഡ്ഡലി, സാമ്പാർ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. നല്ല മത്തൻ്റെ ഇല കിട്ടി കേട്ടോ. പിന്നെ അതങ്ങ് താളിക്കാന്ന് വെച്ചു. ഇതേപോലെ തേങ്ങ അരച്ച് വയ്ക്കുന്നൊന്നും ഇഷ്ടമില്ല. വെറുതെ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ കടുക് വറുത്തിട്ട് ഇതേപോലെ താളിച്ചെടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണല്ലോ, ഹെൽത്തിയാണല്ലോ. അതുപോലെ ഈ ശനി ഞായറൊക്കെ അപ്പൂസിൻ്റെ കഥകളുടെ നീട്ടം നല്ലോണം കൂടും കേട്ടോ. കാരണം അവന് ആ ഒരാഴ്ചത്തെ കാര്യങ്ങൾ മൊത്തം പറയാനുള്ളൊരു സമയമാണ് ഈ ശനി ഞായറും. അച്ഛനെല്ലാ ദിവസവും അങ്ങനെ രാത്രി കിട്ടില്ല. അച്ഛനെത്തുമ്പോഴേക്കും അവൻ ഉറങ്ങും. രാവിലെ അവൻ എണീക്കുമ്പോഴേക്ക് പോവും. അങ്ങനെ ഒരാഴ്ച കിട്ടാറില്ല. ശനി ഞായറാണ് അവന് കൂടുതൽ കഥ പറയാൻ കിട്ടുക. ഈ ഫുട്ബോളിൻ്റെ ടൈം ആയപ്പം ഓരോ ടീം ജയിക്കുമ്പോഴും അതിൻ്റെയൊക്കെ കൂടെയായിരുന്നു കേട്ടോ. ഓരോ ജേഴ്സി മാറി മാറി ഇടുക, പിന്നെ അതിൻ്റെ കഥകൾ പറയുക. അതുപോലെ സ്കൂളിലുള്ള എന്ത് കാര്യമാണെങ്കിലും വന്ന് പറയും കേട്ടോ. കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ പുറകെ എന്ത് കാര്യം പറഞ്ഞിട്ട് നമ്മളെ കൂടെ വരും, നമ്മുടെ അഭിപ്രായം കേൾക്കും, നിർദ്ദേശങ്ങൾ കേൾക്കും. കുട്ടികൾ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നെല്ലാം വിട്ടുപോയി അവരായി അവരുടെ റൂമായി, അവരുടെ ഫോണായി, പഠനമായി, കാര്യമായി അങ്ങനെ പോകുമല്ലോ. അപ്പം ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം നമ്മളടുത്ത് കിട്ടുന്നത് ആ ഒരു ടൈം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം മോള് വലുതായി, അവളിപ്പോൾ പഠന കാര്യം, അവളുടെ റെക്കോർഡ് എഴുത്ത് കാര്യങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങിയപ്പം നമുക്ക് അവളുടെ ആ കുട്ടിക്കാലം ശരിക്കും അങ്ങ് മിസ് ചെയ്തു.
അപ്പോൾ ഈ പപ്പൂസിനെ ഞങ്ങൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അവൻ്റെ എന്ത് കഥകളും കേൾക്കാനും അവൻ്റെ കൂടെ ഇരിക്കാനും അവൻ്റെ കൂടെ കളിക്കാനും കൂടുതൽ സമയം ഞങ്ങൾ കണ്ടെത്താറുണ്ട് കേട്ടോ. അപ്പം അവനിപ്പോൾ എന്തായാലും 2-3 വർഷം കൂടെ കഴിഞ്ഞാൽ അവൻ വലുതായി അവനും ഇതേപോലെ അങ്ങ് പോകുമ്പം അത് നമുക്ക് ഒട്ടും അങ്ങ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാ വീട്ടിലെയും കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. എന്നാലും നമ്മളതൊക്കെ അംഗീകരിച്ചല്ലേ പറ്റൂ, പ്രകൃതി നിയമമാണല്ലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങൊക്കെ നടന്നു കേട്ടോ. അടിച്ചു വാരൽ, മുറ്റടിച്ചു വാരൽ, കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു, കറിയായി. അങ്ങനെ ഒരു സെറ്റ് പണിയൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ചിമ്പു വന്നിട്ട് നല്ല ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ കാലിൽ കൂടെ വന്ന് ഒരയുക. അങ്ങനെ ചിമ്പുവിൻ്റെ കാര്യങ്ങളും നോക്കി അവന് ഫുഡ് കൊടുത്തു. അങ്ങനെ നമ്മൾ മത്തൻ താളിച്ചത്, മീൻ വറുത്തത്, മാങ്ങാച്ചാറ്, ചേനയും മമ്പയറും കൂടെ കറി എല്ലാം കൂടെ കൂട്ടി കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു മാമനെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.